നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ സകലകലാ വല്ലഭൻ എന്ന വിശേഷണം നന്നായി ഇണങ്ങുന്ന പ്രതിഭയായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ. കഥ, തിരക്കഥ, സംവിധാനം, അഭിനയം തുടങ്ങി ഒട്ടേറെ മേഖലയിൽ അഗ്രഗണ്യനാണ് അദ്ദേഹമെന്ന് പലകുറി തെളിഞ്ഞു കഴിഞ്ഞതാണ്. എന്തിനേറെ പറയുന്നു, മലയാളികൾ അന്നും ഇന്നും നെഞ്ചേറ്റുന്ന ഒരുപാട് സിനിമകൾ സമ്മാനിച്ചവരിൽ ഒരാൾ കൂടിയായിരുന്നു ശ്രീനിവാസൻ. പതിറ്റാണ്ടുകളുടെ നീണ്ട തന്റെ അഭിനയ സബരിയയിൽ അദ്ദേഹം അഭിനയിച്ചു തീർത്തത് ഒട്ടനവധി കഥാപാത്രങ്ങൾ. സന്ദേശം, ചിന്താവിഷ്ടയായ ശ്യാമളയും എല്ലാം അതിൽ ചിലത് മാത്രം. ശ്രീനിവാസൻ സിനിമകളുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ എല്ലാം കാലത്തിനു മുൻപേ സഞ്ചരിച്ചവയാണ് എന്നതാണ്. എന്നാൽ അപ്രതീക്ഷിതമായുള്ള ശ്രീനിവാസന്റെ വിയോഗം താങ്ങാൻ ഇപ്പോഴും ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് പ്രമുഖ നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായി ശ്രീനിവാസൻ അർഹനായി. മരണാനന്തര ബഹുമതിയായാണ് ഇത്തവണത്തെ പുരസ്കാരം സമർപ്പിക്കുന്നത്. 2026 ജാനുവരി 24 വൈകുന്നേരം എറണാകുളത്തുള്ള ശ്രീനിവാസന്റെ വസതിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം കൈമാറും. ബഹുമാനപ്പെട്ട കേരള ആരോഗ്യ, വനിതാ, ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ശ്രീനിവാസന്റെ കുടുംബത്തിന് അവാർഡ് സമർപ്പിക്കും. മലയാള സിനിമയെ സാധാരണക്കാരന്റെ കാഴ്ചകളിലൂടെ പുനർനിർമ്മിച്ച സമ്പൂർണ്ണ ചലച്ചിത്രകാരനാണ് ശ്രീനിവാസൻ എന്ന് പുരസ്കാര സമിതി വിലയിരുത്തി. ചിരിയും ചിന്തയും കലർത്തി സങ്കീർണമായ വിഷയങ്ങളെ ലളിതമായി അവതരിപ്പിക്കാനും ആക്ഷേപഹാസ്യത്തിലൂടെ സാമൂഹിക രാഷ്ട്രീയ വിമർശനങ്ങൾ തൊടുത്തുവിടാനും അദ്ദേഹത്തിന് സാധിച്ചു. ശ്രീനിവാസൻ സിനിമകൾ ഓരോ കാലത്തെയും കേരളീയ സമൂഹത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടികളാണെന്നും സമിതി അഭിപ്രായപ്പെട്ടു. മധു, ഇന്നസെന്റ്, ജഗദീഷ് ശ്രീകുമാർ എന്നിവർക്കാണ് മുൻ വർഷങ്ങളിൽ പുരസ്കാരം ലഭിച്ചത്. അതേസമയം ശ്രീനിവാസനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് നടനും മന്ത്രിയുമായ ഗണേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു. വളരെ സാധാരണക്കാരനായ ഒരു മലയാളിയായിരുന്നു ശ്രീനിവാസൻ. അതേസമയം അതീവ ജീനിയസും ആയിരുന്നുവെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. നടൻ ജഗദീഷ് അടിയറവ് പറയുന്നത് ശ്രീനിവാസന്റെ മുന്നിൽ മാത്രമാണെന്നും അത്ര രസകരമായി ജഗദീഷിനെ ശ്രീനിവാസൻ പൊളിക്കാറുണ്ടെന്നും ചില ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഗണേഷ് കുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ശ്രീനിവാസൻ ഒരു ജീനിയസ് ആണ്, ഭയങ്കര ആളാണ്, ഭയങ്കര ബുദ്ധിമാനാണ്, ഒരു ബുദ്ധിരാക്ഷസൻ തന്നെയാണ്. എന്നാൽ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം കൃഷിയെ അതീവമായി സ്നേഹിച്ചു. മമ്മൂട്ടിയുമായി പുള്ളിക്ക് തെറ്റലുണ്ടായത് മറ്റൊന്നും കൊണ്ടല്ല. മമ്മൂട്ടി പറയുന്നത് തന്റെ വയലിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ജൈവ നെല്ല് എന്നായിരുന്നു. അതല്ല, അതിനേക്കാൾ മികച്ച നെല്ലാണ് തന്റെ വയലിൽ ഉണ്ടാകുന്നത് എന്നും ആ അരിയാണ് ഏറ്റവും നല്ലതെന്നും ശ്രീനിവാസൻ ഉറപ്പിച്ചു പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ അവസാന കാലത്ത് അത്ര സുഖത്തിലായിരുന്നില്ല. കാരണം ഈ അരിയാണ് പ്രശ്നമുണ്ടാക്കിയത്. ജൈവ കൃഷിയിൽ ഇരുവരും തമ്മിൽ മത്സരമായിരുന്നു. ചിരിച്ചുകൊണ്ട് ഗണേഷ് കുമാർ പറഞ്ഞു. ജഗദീഷിനെയും ശ്രീനിവാസനെയും പ്രിയൻ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത് അവരെ ആസ്വദിക്കാനാണ്. ജഗദീഷ്, ശ്രീനിവാസൻ, മുകേഷ് ഈ 3 പേരെയും ഒരിടത്ത് ഒരുമിച്ച് ഇരുത്തിയാൽ മതി. വൈകിട്ട് അങ്ങ് ഇരുത്തി കൊടുക്കും. ഷൂട്ടിംഗ് കഴിഞ്ഞു വന്നാൽ ഇവരെ അഴിച്ചുവിടുകയാണ്. ഇവരെ അഴിച്ചുവിട്ടാൽ ജഗദീഷ് എന്ന ആളിന് സറണ്ടർ അടിക്കാനുള്ള ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് ശ്രീനിവാസനാണ്. മുകേഷ് നോക്കും, പക്ഷേ പിടിച്ചു നിൽക്കും. ജഗദീഷിനെ തൂക്കി നിലത്തടിക്കുന്ന ഒരേ ഒരാൾ അത് ശ്രീനിവാസൻ മാത്രമാണ്. 2-3 ഡയലോഗുകൾക്കുള്ളിൽ തന്നെ ജഗദീഷിനെ മലർത്തി അടിക്കും. അതൊരു ഗുസ്തി പോലെയാണ്. തമാശയായിട്ടാണ് എല്ലാം നടക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ ജഗദീഷ് എന്തെങ്കിലും പറഞ്ഞു ബഹളം വെച്ചും ഒച്ചയെടുക്കും, രക്ഷപ്പെടും. അങ്ങനെ ശ്രീനിവാസൻ എന്ന വ്യക്തി പലതരത്തിലും വ്യക്തി ജീവിതത്തിലും എഴുത്തുകാരൻ എന്ന നിലയിലും നടൻ എന്ന നിലയിലും അതീവ വ്യത്യസ്തനായിരുന്നു. ആർക്കും അഭിനയിക്കാം എന്ന് തെളിയിച്ച ആളാണ് അദ്ദേഹം. അതായത് സൗന്ദര്യം അഭിനയത്തിന് ഒരു ആവശ്യമായ ഘടകമല്ല എന്നതാണ് ശ്രീനിവാസന്റെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ റോളുകൾ പലതും നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ്. കാരണം സ്വയം കളിയാക്കുകയും നമ്മൾ ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ സ്വന്തം തന്നെ പരിഹസിക്കുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളായിരുന്നു അവ. പാർവതിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ കാണുന്ന ഒരു പൊങ്ങലുണ്ട്. അതൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങളാണ്. എല്ലാവരുടെയും ഉള്ളിൽ ചില കോംപ്ലക്സുകൾ ഉണ്ടാകും. നമ്മുടെ ഉള്ളിൽ ഉറങ്ങുന്ന ആ കോംപ്ലക്സുകളെ തിരിച്ചറിഞ്ഞ് അത് പരസ്യമായി പുറത്തെടുത്ത് കാണിച്ചു തരികയാണ് അദ്ദേഹം ചെയ്തത്. സുന്ദരിയായ ഭാര്യ ഉണ്ടായിട്ടും യാതൊരു സമാധാനവുമില്ലാതെ വിഷമിക്കുന്ന ഒരു സാധാരണക്കാരന്റെ സംശയരോഗം എന്ന മാനസികാവസ്ഥ, ഇതൊക്കെ ഒരാളുടെ മനസ്സിനെ ആഴത്തിൽ പഠിക്കാതെ ഒരിക്കലും അവതരിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. അതേസമയം നടൻ ശ്രീനിവാസന്റെ വിയോഗത്തിന് ശേഷമുള്ള ആദ്യ വിവാഹ വാർഷിക ദിനത്തിൽ വിങ്ങുന്ന ഓർമ്മകളുമായി കുടുംബവും എത്തിയിരുന്നു. ശ്രീനിവാസന്റെയും ഭാര്യ വിമലയുടെയും വിവാഹ വാർഷിക ദിനമായ ജനുവരി 13 സംവിധായകനും ഭാര്യ സഹോദരനുമായ എം മോഹനൻ പങ്കുവച്ച കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. ശ്രീനിവാസനും വിമലയും ഒന്നിച്ചുള്ള മനോഹര ചിത്രം പങ്കുവച്ചാണ് മോഹനൻ ആ പഴയ കാലത്തെ ഓർത്തെടുത്തത്.
ആഡംബരങ്ങളില്ലാത്ത നിലവിളക്കിന്റെ വെളിച്ചമോ ചന്ദനത്തിരിയുടെ സുഗന്ധമോ ഇല്ലാത്ത വിവാഹത്തെക്കുറിച്ചാണ് മോഹനന്റെ കുറിപ്പ്. ഇന്നാണ് ആ ദിവസം. ജനുവരി 13 മമ്മൂക്കയും ഇന്നസെന്റ് ഏട്ടനും കൊടുത്ത കാശുകൊണ്ട് ഫോട്ടോഗ്രാഫറോ വീഡിയോഗ്രാഫറോ ഇല്ലാതെ നിലവിളക്കിന്റെ വെളിച്ചമോ ചന്ദനത്തിരിയുടെ സുഗന്ധമോ ഇല്ലാതെ അവർ ഒരുമിച്ച് യാത്ര തുടങ്ങിയ ദിവസം. എല്ലാ യാത്രകളും ഇങ്ങനെയാണ്. എവിടെ വെച്ചെങ്കിലും ഏതെങ്കിലും ഒരാൾ പെട്ടെന്നങ്ങ് പോകും എന്നാണ് മോഹനൻ കുറിച്ചത്. മദ്രാസിൽ ഭാഗ്യം തേടി അരയുന്ന കാലത്തായിരുന്നു ശ്രീനിവാസന്റെ വിമലയുടെ വിവാഹം. അയൽവാസി കൂടിയായിരുന്ന വിമലയോട് മനസ്സിൽ പ്രണയമുണ്ടായിരുന്നുവെങ്കിലും സ്ഥിര വരുമാനമില്ലാത്ത തന്റെ ജീവിതത്തിലേക്ക് അവരെ ക്ഷണിക്കാൻ ശ്രീനിവാസൻ മടിച്ചിരുന്നു. എന്നാൽ വിമലയുടെ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ ശ്രീനിവാസൻ കീഴടങ്ങുകയായിരുന്നു. ജനുവരി 12 നിശ്ചയിച്ചിരുന്ന വിവാഹം രജിസ്റ്റർ ഓഫീസിലെ തിരക്ക് കാരണം 13 മാറ്റി. 13 ഒരു നിർഭാഗ്യ സംഖ്യയാണെന്ന് പറഞ്ഞ് പലരും നിരുത്സാഹപ്പെടുത്തിയെങ്കിലും പിന്നീട് ശ്രീനിവാസൻ മലയാള സിനിമയുടെ ഉന്നതിയിലേക്ക് വളരുന്നതിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. വിമല ജീവിതത്തിലേക്ക് വന്ന ശേഷമാണ് അദ്ദേഹം നടനായും തിരക്കഥാകൃത്തായും സംവിധായകനായും എല്ലാം തിളങ്ങിയത്. ശ്രീനിവാസന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിന് തണലായി നിന്നത് ഭാര്യ വിമലയായിരുന്നു. ഈ ബന്ധത്തിന്റെ ഊഷ്മളത ശ്രീനിയേട്ടന്റെ അവസാന നാളുകളിൽ എല്ലാവരും കണ്ടതാണ്. എത്ര കരുതലോടെയാണ് അവർ ആ കടമ നിർവഹിച്ചത് എന്നാണ് മോഹനന്റെ പോസ്റ്റിന് താഴെ ആരാധകർ കമന്റ് ചെയ്യുന്നത്. ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ ഉദയനാണ് താരം രാഹുകാലത്ത് ഷൂട്ടിംഗ് തുടങ്ങി വിജയിപ്പിച്ചതും 13-ാം തീയതി വിവാഹം കഴിച്ച് ജീവിതം വിജയിപ്പിച്ചതുമെല്ലാം അന്ധവിശ്വാസങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയ നിശബ്ദമായ പോരാട്ടങ്ങളായിരുന്നു. 2025 ഡിസംബർ 20-നായിരുന്നു മലയാളികളുടെ ബഹുമുഖ പ്രതിഭയായ ശ്രീനിവാസൻ വിട പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.